നമ്മുടെ എല്ലാ ബുധനാഴ്ചയും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോർപ്പറേഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സാധാരണ ചെയ്യാറാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഡെപ്യൂട്ടി മേയറും മറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും ഒക്കെ ചേരുന്നൊരു യോഗമാണത്. അതിലാണ് ഒരാഴ്ചത്തെ പ്രവർത്തനവും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനവും, ഒരാഴ്ചത്തെ പ്രവർത്തനം വിലയിരുത്തുകയും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നത്. ബുധനാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള സത്യപ്രതിജ്ഞയും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് അവസാന സമയത്ത് പങ്കെടുക്കേണ്ടി വന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വിഴിഞ്ഞം സോണിലെ ഹാർബർ വാർഡിൽ നിന്ന് കുറേ വനിതകൾ ഉൾപ്പെടുന്നവർ കോർപ്പറേഷനിൽ വന്നിട്ട് അവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതിയിൽ പെടുത്തി നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണതായിട്ടുള്ള പരാതി പറഞ്ഞിരുന്നു. അപ്പം നേരത്തെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. ഒരു കോൺക്രീറ്റ് പീസ് പൊളിഞ്ഞു വീണിട്ട് ഒരു വനിതയുടെ, ഒരു വീട്ടമ്മയുടെ തലയിൽ പൊട്ടലുണ്ടായി, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഞാൻ മേയറാവുന്നതിന് മുമ്പിൻ്റെ കാര്യം അറിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഹാർബർ വാർഡിൽ നിന്നും ഈ ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് മഴ കൂടി ആകുമ്പോഴേക്കും വളരെ ദുരന്തമാണ്, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് നിരവധി കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് സംസാരിക്കുകയും ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യാൻ ചെയ്തു. അപ്പം 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പൊന്നറ സ്കൂൾ നിർമ്മിച്ചതിൽ ഇത്തരത്തിൽ ചില പോരായ്മകളുണ്ട്. അത് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു സ്റ്റഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ മൈലാഞ്ചിക്കല്ല്, മതിപ്പുറം, കട്ടച്ചാൽ, വലിയ പറമ്പ്, താഴെ വീട്ടുവിളാകം, ഈ പ്രദേശങ്ങളിലാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഫ്ലാറ്റിനാണ് പോരായ്മയുള്ളത്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നും എന്തുകൊണ്ടാണ് ഈ നിർമ്മാണത്തിൽ അപാകതകൾ എന്തുണ്ടെങ്കിൽ അക്കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് കത്ത് കൊടുക്കുവാൻ വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ച ഒരു കാര്യം. ഇനി ഇത് അവിടെ മേയർ അവിടെ അതിന് ശേഷം എന്ത് നടപടിയാണെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ നടപടി അവിടെ പോയി ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് ഈ നടപടി പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കത്ത് കൊടുക്കും. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം കൗൺസിൽ യോഗത്തിൽ അറിയിക്കും. ഇക്കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇന്ന് പറയുന്ന പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പല കെട്ടിടങ്ങളിലും ഒരുപാട് പോരായ്മകളുള്ളതായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പരിശ്രമം നടത്തിയിട്ടും പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടിട്ടുള്ള കടകളിൽ കച്ചവടക്കാർ അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ മ്യൂസിയം ഭാഗത്ത് നേരിട്ടെത്തി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തി അവിടെയും പരിശോധനകളും ചർച്ചകളും നടത്തിയിട്ടും ആ കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കിയുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ പല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇലക്ട്രിക് ബസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ, ആ ടെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കോർപ്പറേഷൻ
അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട പല രേഖകളും ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി, ടെൻഡർ നടപടികൾ, അതോടൊപ്പം തന്നെ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാൻ ആവശ്യപ്പെടും. അതിൽ ഫോറൻസിക് ഓഡിറ്റിന് ഇക്കാര്യങ്ങൾ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടണം. ഈ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കും. ഞാൻ ആദ്യം പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം, ഇത് മൂന്നുമാണ് ആവശ്യപ്പെടാൻ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യപ്പെടുന്നത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം. അപ്പോൾ ഇതിലെവിടെയോ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എവിടെയോ ഒരു പോരായ്മ ഉള്ളത് കൊണ്ടാണ് 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുന്നത്. അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോഴേക്ക് ഉപയോഗിച്ച കമ്പി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പെടുത്തിട്ട് ആൾക്കാരുടെ തലയിലൊക്കെ കൂടെ വീഴാണ്. ഇപ്പോൾ തന്നെ കമ്പി നമ്മൾ പോയി താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പി നമുക്ക് നേരിട്ട് കാണാം. ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ എല്ലാ വസ്തുക്കളും പുറത്തു വരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ കാണുന്നത്. ഫോറൻസിക് പരിശോധനയിൽ ഏതൊക്കെ കാര്യങ്ങൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ഉൾപ്പെടുത്തും. ഞങ്ങളിപ്പോൾ കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയറുടെയും ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കടൽ പോലെ കിടക്കുന്നത് കൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നോൺ ടാക്സിനൊക്കെ തന്നെ ഇത് എവിടേക്കാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് രേഖകളൊക്കെ കുറേ ഓൺലൈനിലുണ്ട്, കുറേ രേഖകൾ ഫിസിക്കലാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിൻ്റെ സമയമെടുക്കും. പക്ഷേ ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം, ചില ലേലങ്ങൾ ഒന്നുകൂടി പുനഃക്രമീകരിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവയാണ് ഒരു ലേലത്തിൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. കുറച്ചുകൂടി വ്യക്തമായ ശേഷം മാധ്യമങ്ങളോട് പറയാം. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാനും ആ സ്മാർട്ട് സിറ്റി യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും ആവശ്യപ്പെടും, രേഖാമൂലം ആവശ്യപ്പെടും. അല്ല, കേസൊക്കെ മേയറാവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്, മേയർ സ്ഥാനം കഴിഞ്ഞാലും വരും. കേസൊക്കെ കോടതിയിൽ നിയമപരമായി. ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നടപടിയുണ്ട്. വളരെ പഴക്കമുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് തിരുവനന്തപുരം പട്ടണത്തിൽ. എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. ഇപ്പം കോഴിക്കോട് പട്ടണം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം, എന്താണ് കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ നടത്താം. നേരത്തെ നിശ്ചയിച്ച അജണ്ട ഇന്നലെ പോയല്ലോ. അജണ്ട കൊടുത്തല്ലോ എല്ലാവർക്കും. ഇന്നലെ തന്നെ അജണ്ട കൊടുത്തില്ല. കൗൺസിൽ യോഗം അത് വളരെ മുമ്പ് പറഞ്ഞാണല്ലോ. അജണ്ട കൊടുത്തല്ലോ. നഗരസഭയിൽ ഒരു ഭരണസ്തംഭനമാണ് നിലവിലുള്ളതാണ് UDF പറയുന്നത്. പ്രത്യേകിച്ച് ശബരിനാഥ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ 27 വരുന്ന തിങ്കളാഴ്ച ഒരു സമര പരിപാടികൾക്ക് കോർപ്പറേഷൻ തന്നെ സമര പരിപാടികൾക്കൊക്കെ അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ UDF വരട്ടെ, സമരം ചെയ്യട്ടെ. സമരം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളൂ. ശബരിനാഥൻ സമരം ചെയ്യുന്ന 6 മാസം അല്ലായുള്ളൂ തുടങ്ങി കോർപ്പറേഷൻ സമരം ചെയ്യാൻ.
ഞാൻ സമരം ചെയ്തതുപോലെ ഇവിടെ ആരെ ഇപ്പോൾ ഉള്ളൊരു സമരം ചെയ്തിട്ടുള്ളൂ ഈ കോർപ്പറേഷനിൽ. അപ്പോൾ സമരമൊക്കെ ജനാധിപത്യപരമായുള്ള എല്ലാ സമരങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. പിന്നെ മുനിസിപ്പൽ ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും, അത് അവിശ്വാസമാവട്ടെ ഏത് കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിനെയും ബഹുമാനിക്കും. മേയർ സംസാരിച്ചെന്നറിയില്ല, പുറത്തു പോയതുകൊണ്ടാണ് രാജിവെക്കാൻ വേണ്ടി. ആ ഫ്ലാറ്റ് സംശയം പൂർണ്ണമായും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണോ? അതിന് ചെലവ് എത്ര രൂപയായിരുന്നു? അതൊക്കെ തന്നെ 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തതായിട്ടാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫിഗറിലൊക്കെ കൃത്യമായിട്ട് പറയാം. എന്തായാലും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏൽപ്പിക്കുമ്പോഴേക്കും ഈ ഘടകങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഏൽപ്പിക്കുന്നത് അതുണ്ടാകും. പക്ഷേ അത്ര തുക ചിലവാക്കിയതായിട്ടുള്ള വിവരങ്ങൾ കാണുന്നില്ല. ആദ്യം എടുത്ത 91 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്തായിട്ട് കാണുന്നത്. കൂടുതൽ രേഖകൾ അടുത്ത ഘട്ടത്തിൽ വിതരണം ചെയ്യാം, സപ്ലൈ ചെയ്യാം. മറ്റൊരു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, നമ്മുടെ കമലേശ്വരത്തുള്ള ഒരു ഹോൾ ഉണ്ടല്ലോ, അതിൻ്റെമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ആയിട്ടുണ്ടോ? അത് ഈ കൗൺസിൽ യോഗത്തിൽ പരിഗണിക്കും. സെക്രട്ടറി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യും. 29-ാം തീയതി അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിൽ നിലവിലിപ്പോൾ സുഗതൻ ജയിലിലാണ്. ആ സാഹചര്യം പരിഗണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സേഫായ ഒരു അക്ഷനിലയിലാണോ? 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ, 2047ആണല്ലോ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരുവനന്തപുരം. അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു, ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ചയില്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻഡോർ മോഡൽ പറഞ്ഞു, ഇപ്പോഴും പല സ്ഥലത്തും പ്രോപ്പറായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെ നടക്കുന്നില്ല. അതിനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു നോൺ ബൈൻഡിങ് MOU BPCLുമായിട്ട് സൈൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് പല സംസ്ഥാനങ്ങളിലും പ്ലാന്റ് ചെയ്ത BPCLാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ വിജയകരമാണ്. BPCLൻ്റെ നാഷണൽ ലെവൽ ലീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ തന്നെ കോർപ്പറേഷനിലെത്തി ഒന്നിൽ കൂടുതൽ തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. നോൺ ബൈൻഡിങ് MOU ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4-5 മാസം ഇക്കാര്യങ്ങളിലൂടെ തയ്യാറെടുപ്പുകളായിരുന്നു. നമുക്കിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? വിളപ്പിൽശാല അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഈ പദ്ധതിയുമായി പോകാൻ വേണ്ടി പരിമിതിയുണ്ട്. അന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അവിടുത്തെ ജനങ്ങൾ നല്ല സഹകരിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൽഹിയിൽ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് BPCL തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി അതിൻ്റെ ഫോളോ അപ്പ് വർക്കിലാണ്. അതിൻ്റെ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞുകൊള്ളും പരിഹരിക്കും. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ കാര്യം 1 വർഷത്തിനകം പരിഹരിക്കുമെന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്നലെയാണ് 6 മാസം കഴിഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പരമാവധി അന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസവും അതിനെ ഞങ്ങൾ ഷെൽട്ടർ ചെയ്യും. പിടിക്കുന്ന ഒരു തെരുവ് നായയും ABC കഴിഞ്ഞ് പുറത്തു വിടുന്നില്ല. ഇത് എല്ലാവരോടും മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അന്ന് 22 എണ്ണത്തിന് പിടിച്ചു. ഓരോ ദിവസവും പിടിക്കുന്ന തെരുനായ്ക്കളുടെ റിപ്പോർട്ടുണ്ട്. എല്ലാ തെരുനായ്ക്കളും ഹെൽത്തിയാണ്. അപ്പം ഞങ്ങൾ 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് തന്നെ പരിഹരിച്ച് തുടങ്ങി. ഈ തെരുവുനായ്ക്കളുടെ ബുദ്ധിമുട്ട് ഇപ്പം ആശുപത്രികൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മ്യൂസിയം ഇങ്ങനെയുള്ള സ്ഥലത്താണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1-2 വാർഡുകളിൽ നിന്നും അവിടെ പേവിഷബാധ ഏറ്റ 2 തെരുവുനായ്ക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ പോയിട്ട് പിടിക്കുക. അപ്പം നഗരത്തിലെ ജനങ്ങൾ അക്കാര്യത്തിൽ ഒരു ആശ്വാസത്തിലേക്ക് വരികയാണ്. പൂർണ്ണമായിട്ടും പരിഹരിച്ചു ഞാൻ പറയുന്നില്ല, ഒരു ആശ്വാസത്തിൽ വരിക. ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സന്തോഷത്തോടെ പറയില്ലേ, നിങ്ങളുടെ അറിവിലും ഞങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. ഇന്ന സ്ഥലങ്ങളിൽ അക്രമകാരികളായ തെരുവുനായ്ക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ സ്ക്വാഡിനെ അയക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രിപ്പയർഡാണ്. ഞങ്ങൾ 6 മാസം കൊണ്ട് അവിടെ എത്തിയില്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും പരിഹരിക്കുവാനുള്ള ഒരു കോൺക്ലേവ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ ആലോചിച്ചു പദ്ധതി പൂർത്തിയാക്കുന്നതിലേക്ക് പോവുകയാണ്.
അതിൽ ബഹുമാനപ്പെട്ട ശ്രീ ബിജു പ്രഭാകർ, തിരുവനന്തപുരം ജില്ലയുടെ മുൻ കളക്ടർ, അദ്ദേഹം അതിലൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു വരിക. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നല്ല മാർഗ്ഗങ്ങളുണ്ട്. അതവർ ഈ കോൺക്ലേവിന് മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പുകൾ നടക്കണം. അപ്പോൾ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ട് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് സമയബദ്ധമായി പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ തുടങ്ങുന്നു. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ പൂർണ്ണ സഹകരണവും ഇടപെടലും ആവശ്യമാണ്. കാരണം എന്താണ്, പല ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നതല്ലേ, ഇറിഗേഷൻ ഒക്കെ. അപ്പോൾ മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ മുരളീധരനുമായിട്ട് സംസാരിച്ചു, ശ്രീ CP ജോണുമായിട്ട് സംസാരിച്ചു, തിരുവനന്തപുരത്തെ മന്ത്രിമാർ, അവരൊക്കെ സഹകരിക്കുകയാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. അപ്പം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുമ്പാകെ വെച്ച 4 കാര്യങ്ങളിൽ സമയബന്ധിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അത് തെരുവ് നായ ശല്യം പരിഹരിച്ചു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഭരണം സ്തംഭനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇന്ന് അവധി ദിവസമില്ലേ, ഇതൊക്കെ കോർപ്പറേഷനിലെ ജീവനക്കാരാണ് വരുത്തുന്നതിൽ പലരും. പുറത്ത് എൻ്റെ മേയറുടെ സെക്ഷൻ പ്രവർത്തിക്കുക. ഞാൻ രാവിലെ 10:30 ഇവിടെ വന്നു ഇല്ലേ. ഇന്നലെ മേയറുടെ ഓഫീസിലുണ്ടായിരുന്നു, ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിയതാണ്. വന്നിട്ട് 3 മണിക്ക് ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെല്ലാം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും 2:30 ആയപ്പോൾ അവിടെ നിന്ന് ചെമ്പഴന്തി ഉദയൻ, പാറ്റൂർ രാധാകൃഷ്ണൻ, കരമന അജിത്ത്, MR ഗോവൻ ഉൾപ്പെടെ അവർ ഇവിടെ അയച്ചിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങി. 4 മണിയായപ്പോൾ മേയർ പങ്കെടുത്ത് ചർച്ച ചെയ്യേണ്ട 2-3 അജണ്ടകൾ മാറ്റി വെച്ചിട്ടുണ്ട്. മേയർ ഇവിടെ എത്തി, അതിൽ പങ്കെടുത്തു. ഇതിലപ്പുറം വേഗതയിൽ ഏത് തരത്തിൽ. പിന്നെ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരുണ്ടാവായിരുന്നു. ഇവിടെ ആ സമയത്ത് ചർച്ചകൾ പലതും നടക്കുകയാണ്, ജനങ്ങൾ വരികയാണ്. മേയറെ കാണാൻ വേണ്ടി വരുന്ന ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെന്ന് പറയാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത്, ഞാൻ സ്ഥലം എല്ലാം പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ വരുന്നുണ്ട്. ചിലത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വ്യക്തിപരമായിട്ടൊക്കെ, ചിലത് സാധിക്കുന്നതല്ല. അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ആരെങ്കിലും അവധി എടുത്തിട്ടുണ്ട്, ഈ ഓഫീസിൽ ഫംഗ്ഷൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇതിലപ്പുറം എന്താണ് മനുഷ്യസാധ്യമായുള്ളത്? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പുറകിലുണ്ട് ഭരണത്തിൽ. എന്താണ് നഗരസഭയിൽ മാലിന്യം കുന്നുകൂടുകയാണ്, കൊതുക് പെരുകയാണ്. അപ്പോൾ ഈ മാലിന്യം നീക്കുന്നതിന് പകരം കൈയും കാലും മുടിച്ചാൽ അത് കൊതുകിന് മനസ്സിലാവില്ല. അല്ല, അതൊക്കെ ഞാൻ അതിനൊന്നും കമൻറ്റ് പറയുന്നില്ല. ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല, മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, അത് അക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കാനോ അതിന് മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ കോൺക്ലേവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ വട്ടം ഭരണത്തിലേറിയ സമയത്ത് നമ്മളൊരു നയരേഖ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഒരു വികസന കോൺക്ലേവ് ഫെബ്രുവരി മാസത്തോടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ നേതൃത്വത്തിൽ. അതിലെന്തെങ്കിലും തുടർ നടപടികളുണ്ടോ? അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞപ്പോഴേക്കും തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഈ വിഷയങ്ങളിൽ വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 19-ാം തീയതി ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസവും തിരുവനന്തപുരത്തുള്ള ദിവസം നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം സമയം അനുവദിക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞ ആ ദിവസം, ബഡ്ജറ്റിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിനെ അദ്ദേഹം അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെടാനുള്ള ഒരു കോൺടാക്ട് പോയിന്റ് നിന്ന് ബഡ്ജറ്റ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. നമ്മൾ ഏറെക്കുറെ പറഞ്ഞ ഡേറ്റ് തന്നെ അവർ സമ്മതിച്ചു. ആ ഡേറ്റിൻ്റെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിജു പ്രഭാകരനോട് സംസാരിച്ചു, കെ മുരളീധരനോട് സംസാരിച്ചു. അങ്ങനെ പ്രോസസ് മുമ്പോട്ട് പോയി. ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. ആ കോൺക്ലേവ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൂർണ്ണ സമയം പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കണം. ഡേറ്റ് പറയാം. ഒരു 1-2 മന്ത്രിമാരുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. CM-ൻ്റെ ടെൻഡേറ്റീവായിട്ടാണ് ഡേറ്റ്. എല്ലാ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട്, കാര്യം ഞങ്ങളതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരൊറ്റ പ്ലാനായിരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുതൽ കൗൺസിലർക്ക് വരെയുള്ള ഒറ്റ പ്ലാനായിരിക്കണം. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്ലാനായിരിക്കണം. ഇപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കോർപ്പറേഷന് ഒരു പ്ലാനുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു പ്ലാനാണ്, PWDക്ക് മറ്റൊരു പ്ലാനാണ്. അത് നടപ്പിലാക്കുമ്പോൾ പണം നമുക്ക് ചിലവാക്കും, പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കോൺക്ലേവിലൂടെ ഇതെത്തുകയും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ മേൽനോട്ടത്തിൽ അക്കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. നടന്നിട്ടുള്ള സത്യപ്രതിജ്ഞയിൽ അങ്ങ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കൃത്യമായി അല്ലെങ്കിൽ മറ്റെല്ലാ കൗൺസിലർമാർക്കും കൃത്യമായി വിവരം കൂട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ പ്രതിപക്ഷം ഇന്നലെ പറഞ്ഞത് അവർക്ക് ഈ സമയം, അതായത് 4:30-ക്കാണ് സത്യപ്രതിജ്ഞ പറഞ്ഞത്. ആ 4:30-ക്ക് തന്നെയാണ് വാട്സപ്പിൽ അവർക്ക് സന്ദേശം വരുന്നത്. അങ്ങനെയല്ല അവർ വിളിക്കേണ്ടത് ചട്ടപ്രകാരം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏത് ചട്ടമാണ് അങ്ങനെ പറയുന്നത്? ഏത് ചട്ടം എനിക്കറിയില്ല. അല്ല, അത് എനിക്ക് തോന്നി 4:30-ക്ക് കിട്ടിയ ആളുടെ റേഞ്ച് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. കാരണം
ഈ 3 മണിക്ക് കിട്ടിയവരുണ്ട്. ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളിനായിരിക്കും ചിലപ്പോൾ 4 മണിക്ക്. രേഖാമൂലമാണ് കൊടുത്തത്. അല്ല, മെയിൽ ചെയ്തു. ഞങ്ങൾക്ക് കോടതിയുടെ വിധി വന്ന അങ്ങനെയാണ്. ആ മെയിൽ ചെയ്തു. കൗൺസിൽ പാർട്ടി ലീഡേഴ്സിന് മെയിൽ ചെയ്തു. പിന്നെ രേഖാമൂലം നിർബന്ധമായും അറിയിക്കേണ്ടത് ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള കൗൺസിലേഴ്സിൽ അവരെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു. അവരുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് അവർ തന്നു. അവരെ രേഖാമൂലം അറിയിച്ചു. റിസീവ്ഡ് കോപ്പിയും വാങ്ങിയിട്ടുണ്ട്. അവരെയാണ് നിർബന്ധമായിട്ടും അറിയിക്കേണ്ടത്. കളക്ടറെ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ലാ കളക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഹർജി ഒരുപാട് പോയി. ഇപ്പോൾ തെരുവുനായ പിടിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതി ഹർജി പോയി. അല്ല, അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് വിശകലനം ചെയ്യേണ്ട ഫോറത്തിൽ വിശകലനം ചെയ്യട്ടെ. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടി. സർട്ടിഫൈഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് പെർമനൻറ്റ് സംവിധാനത്തിൽ ചെയ്യണമെന്ന് അക്കാര്യങ്ങൾ 100% പാലിച്ചിട്ടുണ്ട്. കാല് കുറച്ച് പെയിനുണ്ടായിരുന്നു. അവിടെ ചെന്നു എക്സ്റേ എടുത്തു. പൊട്ടലില്ല, കാലിൽ പൊട്ടൽ ഇതില്ല. അവിടെ കുറച്ച് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ 2 ദിവസം കൂടെ മെഡിസിൻ തന്നിട്ട് അത്രയേ ഉള്ളൂ. ഒരു വൊമിറ്റിങ് ഉണ്ടായിരുന്നു, കുറച്ച് സഫോക്കേഷൻ ഉണ്ട്. പക്ഷേ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും എല്ലാം മാനേജബിളാണ്. പിന്നെ ഞാൻ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് പറയാം. സമരം ജനാധിപത്യത്തിൽ സ്വാഗതാർഹമാണ്. ജനാധിപത്യം ചടുലമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞ വാക്കതാണ്. സമരങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിലാകാം. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർ വരുന്നൊരു സ്ഥാപനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സമയത്ത് കൗൺസിലർമാർ ഇപ്പോൾ ഇതിനകത്ത് പ്രകടനം നടത്താറുണ്ട്, ധർണ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യം. പക്ഷേ കടന്നു വരുന്ന ഈ ഡോറിൻ്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ഞങ്ങളത് റെസ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഡോറിൻ്റെ മുൻപിൽ തന്നെ ചേറിട്ടിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുകയും ചെയ്യുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്ന മുറികളിൽ അതിനകത്തേക്കും പുറത്തേക്കും കടക്കുവാനുള്ള സാഹചര്യം തടസ്സപ്പെടുത്തുന്നത്. സമരം, എല്ലാ സമരത്തെയും ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, എല്ലാ സമരത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഓരോ പാർട്ടിക്കും സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സമരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. മേയർ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലേക്കൂടെ കയറിക്കോളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. സമരം ചെയ്യുന്നവരോട് കോർപ്പറേഷൻ്റെ വസ്തുവകകൾ നശിപ്പിക്കരുത്. ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തെ നല്ല സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കടലാസ് പോലും ഇവിടെ നിങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളിതിൻ്റെ 30 ദിവസം ഇവിടെ സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ഒരു പൊതുമുതലും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. ദിവസവും ഏറ്റവും ചുരുങ്ങിയ 200 മുതൽ 250 പേർ വരെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേയറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ഒരു 6000-7000 പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമുണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ, അവരൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്നവർ ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കരുത്. കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുടിവെള്ളം പലയിടത്തും കിട്ടുന്നില്ല. ടാങ്കർ അതാത് സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. അത് അത്തരത്തിൽ അറിഞ്ഞ് പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ ബഹുമാനിക്കുന്നു. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് അവരുടെ പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ട് അവരുടെ വാർഡിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പിടിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മെഷീനറി ഫംഗ്ഷൻ ചെയ്താലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അംഗം പറയട്ടെ, ഞങ്ങളുടെ വാർഡിൽ നിന്നൊരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ചെയ്തില്ല എന്നാരെങ്കിലും പറയട്ടെ. സാധ്യമായെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കണം. അതായത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷനുള്ളിൽ വരും.
അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ പോയി അവർ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ് ഫോഴ്സ് ആയിരിക്കില്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന ടി വി ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിനൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾഡ് ഫോഴ്സാണ്. അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ, അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്നത് അവസാനിപ്പിക്കും. അതുപോലെ ഇന്നലെ ശിവൻകുട്ടി ഒരു പ്രസ്താവന വന്നു, മേയർ ഒരു ഗുണ്ടയാണ്. പലപ്പോഴും ശിവൻകുട്ടി കടന്ന് ആക്രമിക്കുന്നുണ്ട് മേയറെ. കാലാകാലങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ശിവൻകുട്ടിയാണ്. എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനത് വളരെ മുമ്പ് തന്നെ ആ മറുപടി പറയൊക്കെ ഞാൻ പറയാറില്ലല്ലോ അതിന്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പോലും മറുപടി പറയാറില്ല. മേയറുടെ ഓഫീസിൽ കാരണം ആയുധങ്ങൾ ഇരിക്കുന്നുണ്ടെന്നാണല്ലോ. ഞാൻ അതിൽ അദ്ദേഹം പറയുന്നതൊന്നും തന്നെ ഞാൻ അത് മന്ത്രിയായ സമയത്ത് തന്നെ മറുപടി പറയൊക്കെ അവസാനിപ്പിച്ചതാണ്. അതെനിക്ക് മാത്രമല്ല, സമൂഹത്തിന് മുഴുവൻ അത് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മറുപടി പറയില്ല. മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. തീരുമാനം കോടതിയാണ് എടുക്കേണ്ടത്. കോടതിയെ സമീപിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. കോടതി നമ്മളെന്ത് തീരുമാനം എടുത്താലും കോടതിയുടെ മുമ്പേ ഒരു ലക്ഷ്യമില്ല. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, സംസ്ഥാന സർക്കാരിൻ്റെ കളക്ടർ, ജില്ലാ കളക്ടർ, IPS ഓഫീസറുടെ എടുത്ത തീരുമാനം സംസ്ഥാന സർക്കാർ തെറ്റാണെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള നടപടിയില്ല. അതൊക്കെ അവർ പ്രതീക്ഷിച്ച നടപടിയില്ല. തീർച്ചയായിട്ടും കോടതിയിൽ സാധ്യമായ എല്ലാ പരിശ്രമങ്ങളും കോടതിയിൽ സമീപിക്കാൻ സാധിക്കുള്ളൂ. അതാണ് അതിനുള്ള എല്ലാ എന്തൊക്കെയാണോ നിയമപരമായിട്ട് അത് പാർട്ടിയും നടത്തുന്നുണ്ട്, കൗൺസിലും നടത്തുന്നുണ്ട്. ഇതേ എന്തോ ഇന്നലെ ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് എടുത്തത്, FIR എങ്ങനെ എടുത്തതെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. കുറേ കേസുകൾ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി മൊഴിയെടുത്തു എന്നുള്ള വിവരമാണ് അവരെ കണ്ടു. ഓക്കെ, പ്രധാനമായിട്ടും സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞവുമാണ് ഫോറൻസിക് ഓഡിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അന്വേഷണം.